എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ പക്ഷേ ശരിക്കുള്ള ലിസ്റ്റിലെ കാണാൻ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്യൂർഡ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇത് മെച്യൂരിറ്റി ഒന്നുമല്ല, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് തോക്ക് വെച്ചേക്കുന്ന പോലെയല്ല ക്യാമറ ഇങ്ങനെ വന്നിരിക്കുമ്പോ. ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും ടക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന ഒരു അങ്ങനെ ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ ആണോ? ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടും ഞാൻ ഇങ്ങനെ മറുപടി പറയത്തുള്ളൂ അങ്ങനെ ഒരു ഇതുപോലെ അല്ല. ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് ഏട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പൊതുവെ. നല്ല പെണ്ണിനെ കിട്ടുക എന്നുള്ളത്, അതിന് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് അതിനെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, സ്പോട്ടിൽ വന്നതാണോ? അത് എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. ഈ പ്രേമം അന്ധന്മാര് മാത്രം അല്ല മണ്ടന്മാരാക്കും എന്ന് പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അത് എഴുതിയപ്പോൾ വന്നതാണ്. ചെയ്യുന്ന എല്ലാ ലവ് സ്റ്റോറീസിലായാലും ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറി മറ്റേ കണക്ട് ചെയ്യാതെ ഓരോ ലവ് സ്റ്റോറിയിൽ അതിന്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും കമ്പാരിസൺ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്? എല്ലാ ലവ് സ്റ്റോറീസിലും ഒരേ പാറ്റേൺ, ഒരു ഡിഫറെന്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതെ അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെ ആണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്.